ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം വൈറലായിരിക്കുന്ന ചർച്ചാ വിഷയം മുഖ്യമന്ത്രി ശ്രീ ചാഴികാടനെ ശാസിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ശാസിച്ചു ഒന്നുമില്ല, പക്ഷേ സ്ഥലം MP, അതും ഘടകകക്ഷിയുടെ കേരള കോൺഗ്രസിന്റെ അനുശേചിത നേതാവിന് മുഖ്യമന്ത്രി നൽകേണ്ടിയിരുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ആ സ്ഥാനം അദ്ദേഹം നൽകിയില്ല. അതിനുപരി പാലായിൽ വരുമ്പോൾ പാലായുടെ പ്രശ്നമായ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ പ്രശ്നമായ റബ്ബർ പ്രശ്നം ഉന്നയിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉന്നയിക്കുക? ഇതിനേക്കാൾ നല്ല വേദി വേറെ ഉണ്ടോ? നമ്മൾ ഓർക്കണം, ശ്രീമാൻ KM മാണി മുൻകൈയെടുത്താണ് റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് അതിൻ്റെ താങ്ങുവില 150 രൂപയായിരുന്നു. ഘട്ടം ഘട്ടമായി റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപ ആക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നയം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 7.5 വർഷം പൂർത്തിയാകുന്നു. പ്രതിവർഷം 10 രൂപ നിരക്കിൽ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ റബ്ബർ വില 220 രൂപ ആകുമായിരുന്നു. വേണ്ട, ഒരു 200 രൂപ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന റബ്ബർ കർഷകന് അതൊരു വലിയ ആശ്വാസം തന്നെ ആകുമായിരുന്നു. ശരിക്കും മുഖ്യമന്ത്രി അക്ഷമനാവുകയാണ്. ശൈലജ ടീച്ചർ അല്പസമയം സംസാരിച്ചാലും ചാഴികാടൻ അല്പസമയം സംസാരിച്ചാലും അദ്ദേഹം അക്ഷമനാവുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു അജണ്ടയേ ഉള്ളൂ, തന്റെ ഗവൺമെന്റിന്റെ ആ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. പക്ഷേ അദ്ദേഹം പറയുന്ന ഈ പല്ലവി ജനം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എല്ലാ കുറ്റങ്ങളും കേന്ദ്രത്തിലേക്ക് ചാർത്തുകയാണ്. GST വിഹിതം തരുന്നില്ല, വായ്പാ പരിധി ഉയർത്തുന്നില്ല, അങ്ങനെ ആരോപണങ്ങൾ പലതാണ്. ഇതൊക്കെ ജനം കേട്ട് മടുത്തതാണ്. അതുകൊണ്ട് തന്നെ ജനം അത് വിശ്വസിക്കുന്നില്ല. കാരണം നമുക്കറിയാം, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുകയല്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ വലിയ റോളൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നു, അദ്ദേഹം അനുസരിക്കുന്നു, അത്ര തന്നെ. അതൊക്കെ തന്നെയാണ് പ്രശ്നം. അങ്ങനെയുള്ള കാതലായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ സംബോധന ചെയ്യാതെ നാട് നീളെ നടന്ന് ആ കേന്ദ്രം തെറ്റ് ചെയ്തേ, കേന്ദ്രം കുഴപ്പമാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ്. അഥവാ അതാരും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ പറയാം.